ഷംസീർ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത് എന്താണെന്ന് പറഞ്ഞു തരാമോ? കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത് മന്ത്രിയെ കൈയേറ്റം ചെയ്യുകയാണ് ചെയ്തത്. മന്ത്രി ആക്രമിക്കുകയായിരുന്നു ഒരു വനിതാ മന്ത്രിയെ. അതെപ്പോ ആരൊക്കെ ഉണ്ട് അവരാകെ കുഴഞ്ഞ് നിൽക്കാൻ പറ്റുന്ന സാഹചര്യം എത്തിയപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താ പറ്റുക? അതിനാണ് ഗൺമാൻ പറഞ്ഞവർ ആക്രമിച്ചു എന്നുള്ളത്. അവരെ കൈ അനക്കാൻ പറ്റുന്നില്ല, കഴുത്ത് ചരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഒരു വനിതാ മന്ത്രി ഇങ്ങനെ ആക്രമിക്കുന്ന രീതി ശരിയാണോ? കരിങ്കൊടി വീശുന്നതിന്റെ കാറ്റടിച്ചപ്പോ തന്നെ പെടലി ഒരു വശത്തോട്ട് ചരിഞ്ഞു പോകുന്നത് ഷംസീർക്ക കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറുമ്പോ ആദ്യം കുറച്ചുപേര് നടന്നു വന്നിട്ട് അവിടെ ഉന്തും തൊള്ളും ഉണ്ടായി. എന്നിട്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ നടന്നു വരുമ്പോഴാണ് എനിക്ക് ഈ കഴുത്തിന്റെ ഇവിടെ നല്ല പെയിൻ ഉണ്ട്. ഒറിജിനൽ ആണെന്ന് പറയില്ലടാ, അത്രക്ക് ആർട്ടിഫിഷ്യൽ. ഏതായാലും ഒരു വനിതാ മന്ത്രിയെ കേരളം പോലുള്ള സംസ്ഥാനത്ത് ഈ രീതിയിൽ കയ്യേറ്റം ചെയ്യുന്ന രീതി ശരിയല്ല. അത് അപലപനീയമാണ്. അത് UDF നേതൃത്വം ഈ അക്രമ സമരത്തെ തള്ളിപ്പറയണം. പരസ്യമായി UDF നേതൃത്വം വീണ മന്ത്രിയോട് അപ്പോളജൈസ് ചെയ്യണം. അവരെ കഴുത്തിന് പരിക്ക്, കൈക്ക് പരിക്ക്, ഇങ്ങനെ സംഭവിച്ചിരിക്കുകയാണ്. കഴുത്തിനും കൈക്കും പരിക്കുണ്ടെന്നാണ് സ്പീക്കർ CN ഷംസീർ പറയുന്നത്. ദൃശ്യങ്ങളിൽ പക്ഷേ നേർക്കുനേർ കയ്യേറ്റത്തിന്റെ ഏതെങ്കിലും ദൃശ്യം നമ്മൾ കാണുന്നില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പ്രതിഷേധം തന്നെ പ്രതിഷേധിക്കാം, ഞങ്ങളൊക്കെ പ്രതിഷേധിച്ചു. പക്ഷെ കയ്യേറ്റം ചെയ്യാൻ ശരിയല്ലല്ലോ ജനാധിപത്യത്തിൽ. സമരക്കാരൻ ആക്രമിച്ചു, പിന്നെ ആക്രമിക്കാൻ? ഇവനെ സൂക്ഷിക്കണം, ഇവനിതിലെന്തോ കൈയുണ്ട്. മന്ത്രി പറഞ്ഞത് എന്താണ്? ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കൈക്ക് പരിക്കേറ്റു എന്ന് പറയുന്നു. 2 ദിവസം മുമ്പ് ദേശാഭിമാനിയിൽ മന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ മന്ത്രിയുടെ കൈക്ക് പരിക്കുണ്ട്. ഇന്ന് തന്നെ മട്ടന്നൂരിൽ വെച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്ത ഒരു പരിപാടിയിൽ മന്ത്രിയുടെ വളരെ വ്യക്തമായിട്ട് ആ പരിക്ക് അതിൽ കാണുന്നുണ്ട്. അപ്പോൾ KSUക്കാർ കയ്യേറ്റം ചെയ്തിട്ടല്ല പരിക്കുണ്ടായിരിക്കുന്നത്. അപ്പോൾ വളരെ സേഫ് ആയിട്ടുള്ള ഒരു പണി പിടിച്ചു. കഴുത്തിന്റെ വേദന പ്രത്യേക മെഡിക്കൽ ബോർഡ് ഉണ്ടാക്കി. പിണറായി വിജയന്റെ ലോകോത്തരമായ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയാണ്. പോലീസ് കാവലുണ്ട്, നിരവധി ഡോക്ടർമാരുണ്ട്. അവരെല്ലാം കൂടി പരിശോധിച്ചിട്ടും വീണ ജോർജിന് എന്തു പറ്റി എന്ന് അവർക്ക് പറയാൻ പറ്റുന്നില്ല. അതേസമയം ICUവിലാണ്. വീണയുടെ കയ്യിലുണ്ടായിരുന്ന മുറിവ് പൊളിഞ്ഞതോടെ, അതായത് ആ മുറിവിൽ ഫോക്കസ് ചെയ്യാനായിരുന്നു ശ്രദ്ധ. അതിപ്പോഴുണ്ടായതല്ല, നേരത്തെ ഉണ്ടായതാണ് എന്ന് വ്യക്തമായതോടെ എളുപ്പത്തിന് വേണ്ടി കണ്ടെത്തിയതാണ് കഴുത്തിന് വേദന. നിനക്കതൊക്കെ എങ്ങനെ സാധിക്കും? നമ്മൾ ഈ വാർത്ത നോക്കുക. 2021 ഏപ്രിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് വീണ ജോർജിന് പരിക്കേറ്റിരുന്നു, വാഹനത്തിൽ നിന്ന് വീണ് പരിക്കേറ്റിരുന്നു. അന്ന് അവരുടെ കഴുത്തിന് പരിക്കേറ്റു എന്ന് വാർത്തയാണ് ഇപ്പോൾ കാണുന്നത്. നോക്കൂ, അന്ന് അവർ കഴുത്തിന് പരിക്കേറ്റത് കൊണ്ട് ഈ കഴുത്ത് വളയാതിരിക്കാനുള്ള സാധനം അതിട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ? എന്താ ആ പ്രതീക്ഷയും? അതായത് ഇവർക്ക് പണ്ടേ പരിക്കുണ്ട്, കഴുത്തിൽ കോളർ വെച്ചാണ് അവർ കഴിയുന്നത് മിക്കവാറും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പെട്ടെന്ന് സ്ട്രെയിൻ ഉണ്ടായപ്പോൾ, അവർ പൊട്ടിത്തെറിച്ചപ്പോൾ അത് ഇളകി കാണും. അത് കോൺഗ്രസ്സുകാരെന്ത് ചെയ്യും? അടുത്ത് നിൽക്കുന്ന കരിങ്കൊടി കണ്ടാൽ അപ്പോൾ തന്നെ എങ്ങനെയാണ് കഴുത്തിന് വേദന ഉണ്ടാവുന്നത്? ഇപ്പോൾ വ്യക്തമാക്കപ്പെടുന്ന കാര്യം, മന്ത്രിയുടെ അടുത്ത് തന്നെ ക്രിമിനലുകളിൽ ഒരാൾ എത്തിയിരുന്നു. ലക്ഷ്യം വ്യക്തമാണ്, മന്ത്രിയെ കൊല്ലപ്പെടുത്തുക എന്നതാണ്, മറ്റൊരു ലക്ഷ്യവുമില്ല. അയ്യന്റെ മോനെ കയ്യേറ്റം ചെയ്ത് കടന്നാക്രമിച്ച് കൊല്ലാൻ ശ്രമിക്കുക എന്നുള്ളത് അപൂർവ സംഭവമാണ്. എന്തോ എങ്ങനെ? ഞാനിവിടെ കാണിക്കുന്ന ഒരു വിഷ്വൽ ഉണ്ട്. വിഷ്വൽ കണ്ടാൽ മനസ്സിലാവുമെന്നാണ് തോന്നുന്നത്. ആ വിഷ്വൽ കാണുന്നത് കറുത്ത തുണി മന്ത്രിയുടെ കഴുത്തിന്, വലതു ഭാഗത്തുള്ള കഴുത്തിന് നേരെയാണ്. ഈ വിഷ്വൽ ഇപ്പോ അധികം പുറത്തു വന്നതെന്ന് തോന്നുന്നില്ല. എന്നാൽ ദൃശ്യങ്ങളുടെ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. മന്ത്രിയുടെ കഴുത്ത് വരെ എത്തിയത് കരിങ്കൊടിയല്ല, ഗൺമാൻ MS അഭിലാഷിന്റെ വസ്ത്രമാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറി വരുമ്പോൾ മന്ത്രിയുടെ ഇടതുഭാഗത്തുണ്ടായിരുന്ന ഗൺമാൻ പ്രതിഷേധമുണ്ടായപ്പോൾ മന്ത്രിക്ക് രക്ഷയൊരുക്കാൻ വലതുഭാഗത്തേക്ക് മാറി. ഗൺമാന്റെ കരിനീല യൂണിഫോമാണ് കറുത്ത തുണിയായി CPM പ്രചരിപ്പിക്കുന്നത്. ഗൺമാന്റെ ഷോൾഡർ ബാഗിന്റെ വള്ളിയും ദൃശ്യങ്ങളിൽ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. പിന്നെ നാണക്കെടുത്തി കരിങ്കൊടി ഒന്ന് വീശിയതേ ഓർമ്മയുള്ളൂ. ഓ, കഴുത്തങ്ങോട്ടൊരൊറ്റ ഉളുക്കല്ലേ, അതിന്റെ കൂടതാ കയ്യിലൊരു പരു. കൊല്ലാൻ ശ്രമിച്ചതാ, കൊല്ലാൻ. നീ എന്താടോ ഒരു മണി അർത്ഥം വെച്ച് സംസാരിക്കുന്നേ? ചെടിച്ചട്ടി കൊണ്ടോ ഹെൽമെറ്റ് കൊണ്ടോ തലയ്ക്കടിച്ചിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇത് കരിങ്കൊടി വീശി. ഒരു സ്ത്രീയല്ലേ ഞാൻ? ICU ബെഡ് എങ്ങനെ കിട്ടിയെന്നോ?
ICU ബെഡ് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ICUയിൽ കിടക്കുന്നത് അത്രയ്ക്ക് അത്യാവശ്യമില്ലാത്ത രോഗികളാണല്ലോ. അതിലൊരു രോഗിയെ അത്യാവശ്യമായിട്ട് പുറത്തോട്ടിറക്കി കിടത്താൻ പറഞ്ഞിട്ട് ആ ബെഡേ കയറി കിടത്തിയത്. എടാ നീ സൂക്ഷിക്കണം, ഇവൾ ഒരുമ്പെട്ടിറങ്ങിയിരിക്കുക. അയ്യോ, പെടലി ഒളുക്കുന്നത് പോലുള്ള മഹാരോഗമൊന്നും പ്രതിപക്ഷ പാർട്ടിയിൽപ്പെട്ട ശത്രുക്കൾക്ക് പോലും വരുത്തരുതേ കാറലും മിത്തപ്പ. കുറെ മഹാഭാവികൾ പറയുക എന്നെ കയ്യേറ്റം ചെയ്യുന്നത്, എന്റെ പെടലി കരിങ്കൊടി വീശി ഉളുക്കുന്നത് അതിലൊന്നും വന്നിട്ടില്ലെന്ന്. എടാ മഹാഭാവികളെ, അങ്ങനെന്നുണ്ടെങ്കിലല്ലേ പുറത്തു വരുള്ളൂ. ഞാൻ പഠിക്കുന്ന കാലത്ത് തൊട്ടേ പരിശ്രമിച്ചുകൊണ്ടിരുന്നതാ ഒരു അവാർഡിന്. ഈ ഒരൊറ്റ അഭിനയത്തിലൂടെ എങ്കിലും ഓസ്കാർ വാങ്ങിച്ചെടുക്കണം എനിക്ക്. ഓ എന്നെ അങ്ങ് തല്ലിക്കൊല്ലി. കയ്യിലുള്ള പരു കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഏതായെങ്കിലും വെച്ചാലാ പരുവും പെടലിയും ഒന്നിച്ച് കിട്ടുന്നത്. എന്തൊരു വിചിത്രമായ നാണം കെട്ട തിരക്കഥയാണ് അവർ ഒരുക്കിയത്. ICUവിലാണ് അത്ര ആരോഗ്യമന്ത്രി. ഒരു കുഴപ്പവുമില്ലാത്ത, ഒരു പരിക്കുമില്ലാത്ത ആരോഗ്യമന്ത്രിയെ ICUവിലാക്കിയിട്ട് ആ ICUവിലേക്ക് തള്ളിക്കയറിയിരിക്കുകയാണ് മുഖ്യമന്ത്രി. ഏത് നാട്ടിലാണ് ICUവിൽ കഴിയുന്ന ഒരു രോഗിയെ കാണാൻ പോലീസിനും സന്നാഹങ്ങൾക്കും ഒക്കെ ഒപ്പം രാഷ്ട്രീയക്കാർക്ക് പ്രവേശനമുള്ളത്? അതാണോ ഈ നാട്ടിലെ ICU? നാട്ടുകാരെ പറ്റിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്നു, ശ്രീമതി ടീച്ചർ എത്തുന്നു, സകലരും എത്തുകയാണ്. തല പൊക്കാൻ വയ്യാതെ കിടക്കുന്ന മന്ത്രിയെ ആശ്വസിപ്പിക്കാൻ ICUവിലേക്ക്. ICUവിൽ കിടക്കുന്ന ആളെ ICUവിൽ കയറി കാണാൻ പറ്റുമോ? എനിക്കറിയില്ല. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഒരു മന്ത്രിയല്ല, ഒരു മുഖ്യമന്ത്രിയല്ല, മുഖ്യമന്ത്രി അകമ്പടിക്കാരുമുണ്ട്. മുഖ്യമന്ത്രിക്ക് ICUവിൽ കയറുമ്പോഴും അകമ്പടിക്കാർ ചുറ്റിനുമില്ലെങ്കിൽ പേടിയാണല്ലോ. എവിടെ ശബ്ദം കേട്ടാലും പേടിച്ച് വിറയ്ക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. എന്നിട്ട് പേര് വിളിക്കുന്നത് ഇരട്ടച്ചങ്കൻ. ഇവിടെ മന്ത്രിയെ സന്ദർശിക്കാൻ വരുന്നതിനിടയിൽ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന നേഴ്സിന്റെ മുഖത്തെ ചിരി നമ്മൾ കണ്ടു. അവർക്ക് കൃത്യമായ കാര്യം പിടികിട്ടിട്ടുണ്ട്. KSUവിന് മുന്നിലേക്ക് വെക്കാനുള്ള 2 ആവശ്യങ്ങൾ. ഒരെണ്ണം കേരളത്തിലെ മലയാളികൾ മൊത്തം ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു ആവശ്യമാണ്. ഇവിടെ തകർപ്പൻ അഭിനയം കാണിച്ചുകൊണ്ട് ഭരണത്തിന്റെ പിഴവ് മറയ്ക്കാൻ ശ്രമിക്കുന്ന വീണ ജോർജ് എന്ന മന്ത്രിയെ കേരളത്തിലെ മികച്ച നടിയായിട്ട് നോമിനേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ KSU തന്നെ മുന്നോട്ടേക്ക് സജസ്റ്റ് ചെയ്യാണ്. പാച്ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞതാണ്. രണ്ടാമത്തേത് KSUവിന്റെ സംഘടനാപരമായിട്ട് മാത്രമുള്ള ഒരു ആവശ്യം. ജനറൽ ആശുപത്രിയിൽ നിന്ന് മന്ത്രി പേര് വെട്ടി ഡിസ്ചാർജ് ചെയ്ത് ഇറങ്ങുമ്പോൾ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ ഉപകരണങ്ങളൊന്നും മന്ത്രിയുടെ ശരീരത്തിൽ ഇല്ല എന്ന് കേരള സർക്കാർ തന്നെ ഉറപ്പുവരുത്തണം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ കുറച്ചു കഴിയുമ്പോൾ ഇവര് പറയും സമരം ചെയ്യാൻ വേണ്ടി, കരിങ്കൊടി കാണിക്കാൻ വേണ്ടി വന്ന KSUക്കാരാണ് അത് ചെയ്തേ എന്ന് വീണ്ടും പറയുന്ന ഒരു ആവശ്യം ഉണ്ടാവും. നിങ്ങൾ നാട്ടുകാരെ പത്തനംതിട്ടയിലെ ജനങ്ങളെ, ആറന്മുളയുടെ MLA കഴിഞ്ഞ ദിവസം കണ്ണൂര് നടത്തിയ ഒരു നാടകം, ആ നാടകം തെളിയിക്കുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് തെളിയിക്കുന്നവർക്ക് കുഴിമന്തി സൗജന്യമായി നൽകുന്നതാണ്. കേരളത്തിലെ CPM-നെ വെല്ലുവിളിക്കുന്നു. മന്ത്രിയെ ആക്രമിക്കുന്ന ഏതെങ്കിലും KSUക്കാരൻ ആക്രമിക്കുന്ന ഏതെങ്കിലും ഒരു ചിത്രമോ വീഡിയോയോ പുറത്തുവിട്ടാൽ 1 ലക്ഷം രൂപ ഇനാം ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. മന്ത്രിയെ ആക്രമിച്ചു എന്ന് പറയുന്ന ദൃശ്യങ്ങൾ നൽകുന്നവർക്ക് 1 പവൻ സ്വർണം സമ്മാനം നൽകുമെന്ന് പരിഹാസവുമായി യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും കുഴിമന്തി ഓഫർ ചെയ്ത് പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസും 1 ലക്ഷം രൂപ സമ്മാനം പ്രഖ്യാപിച്ച് അബിൻ വർക്കിയും സോഷ്യൽ മീഡിയയിൽ പ്രചാരണം തുടങ്ങി. ഇപ്പൊ തലയും കുറിച്ചിരുന്നിട്ട് കാര്യമില്ല, എന്തൊക്കെയായിരുന്നു. AA റഹീം വീണയുടെ പടമിട്ടൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ആ പോസ്റ്റ് ഇട്ട് 9 മണിക്കൂർ കഴിയുമ്പോൾ എടുത്ത സ്ക്രീൻഷോട്ടാണ്. 9500 ആക്ടിവിറ്റി ഉണ്ട്, അതായത് ലൈക്കും ഷെയറും എല്ലാം കൂടി. അതിൽ 6300 ചിരി ഇമോജിയാണ്. 6300 മാറ്റി പറയാൻ പറ്റും, എനിക്കിങ്ങനെ അറിയുള്ളൂ. ഓർക്കൂ, 9500-ൽ 6300 പേരും AA റഹീമിന്റെ പോസ്റ്റിന്റെ കീഴെ ചിരിക്കുന്ന ഇമോജി ഇടുന്നു പറയുമ്പോൾ ഓർക്കണം, AA റഹീമിന്റെ പോസ്റ്റ് കാണുന്നതും ലൈക്ക് ചെയ്യുന്നതും അഭിപ്രായപ്പെടുന്നതും ഭൂരിപക്ഷം ഒരു CPM-കാരാണ്. എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും തോന്നുന്നു ഇതൊരു തമാശയാണെന്ന്. നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പോസ്റ്റ് നോക്കുക, ഇനി PK ശ്രീമതി ടീച്ചറിന്റെ നോക്കുക. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കൂ. CPM-കാർക്ക് പോലും പിടികിട്ടി ഇത് തട്ടിപ്പാണെന്ന്. അതുകൊണ്ടാണ്
ഇത്രയധികം അണികൾ ഇവരെ ഫോളോ ചെയ്തിട്ടും ഈ നേതാക്കന്മാർ ഈ തമാശ പറയുമ്പോൾ അതിന് കീഴിൽ വന്ന ആളുകൾ ഇമോജി ഇടുന്നത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.